ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം 10:04 രാത്രി 10:04 PM ആണ്. +2 കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരണം എന്നൊരു ആഗ്രഹം വന്നത്. അപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ കയറിയതാണ്. സോ വീഡിയോ മുഴുവനും കാണുക. കുറച്ച് എഫേർട്ട് എടുക്കുക തന്നെയാണ്. അത് എന്തിനാ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഈ എഫേർട്ട് എടുക്കുന്നതിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കാണാതെ പോവുകയാണെങ്കിൽ അതെനിക്ക് സങ്കടമാണ്. അങ്ങനെ വരാൻ പാടില്ല. നിങ്ങളത് കണ്ട് നിങ്ങൾക്കത് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ എൻഡ് ഗെയിം റിവിഷൻ ബാച്ചിലുള്ള കുട്ടികൾക്ക് കൊടുത്ത വർക്ക്ഷീറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ എൻഡ് ഗെയിം ബാച്ചിൽ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് 9954008000 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ജനുവരി 18-ന് നമുക്കൊരു നെക്സ്റ്റ് എക്സാം നടക്കുന്നുണ്ട്. ആ നെക്സ്റ്റ് എക്സാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുക. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യത്തിലെ ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദി നമ്പർ ബിലോ ഈസ് എ ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 2, 5, 8, 11 എക്സെട്ര. ഈ കാണുന്ന സമാന്തര ശ്രേണിയിൽ താഴെ കാണുന്ന ഏതാണ് പദം എന്നാണ് ചോദിച്ചത്. മക്കളെ, ഒരു സമാന്തര ശ്രേണിയിലെ പദമാണോ നോക്കാൻ നിങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട്. അതിൽ ഈ കാണുന്ന ചോദ്യം ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്താണെന്ന് വെച്ചാൽ, ഏതാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അതിൽ നിന്നും ആദ്യത്തെ പദങ്ങൾ കുറയ്ക്കുക. ഇപ്പോൾ 30 ചെക്ക് ചെയ്യേണ്ടെങ്കിൽ 30 - 2, അതായത് 22 - 2 എത്ര കിട്ടും? 20. അതിനെ പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഈ 20-നെ 22 2 കുറച്ചാൽ 20, 20-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതുകൊണ്ട് പദമല്ല. ഇനി അടുത്ത 32 നോക്കുക. 32 2 കുറച്ചാൽ എത്രയാ? 30. 30-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. സോ ദസ് ഇതാണ് ആൻസർ. ബാക്കി ഒറ്റൊന്നും ആൻസർ ആയിരിക്കില്ല. നോക്കൂ, 42 2 കുറച്ചാൽ 40, 40-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 52 2 കുറച്ചാൽ 50, 50-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ്. അങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള മെത്തേഡാണ്. ഇതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശിഷ്ടം വെച്ചിട്ടും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, 5-നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിന് കോമൺ ഡിഫറൻസ് എത്രയാണ്? ഈ കാണുന്ന ശ്രേണിയുടെ പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ക്ലാസ് മനസ്സിലാവണമെങ്കിൽ 2 കണ്ടീഷനാണുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾ അസ്ത്ര ബാച്ചിലെ എൻഡ് ഗെയിം ബാച്ചിലെ ക്ലാസ് റിവിഷൻ നിങ്ങൾ കണ്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളുകളിൽ നിന്നോ ട്യൂഷനൊക്കെ എടുക്കുന്ന ചാപ്റ്ററിൻ്റെ ഐഡിയ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഇനി അല്ലാത്തവർക്ക് മനസ്സിലാണെങ്കിൽ ജസ്റ്റ് മൂവ് ഓൺ. ആദ്യം 1-2 തവണ ഒക്കെ കാണാം, ചിലപ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ മറ്റൊരു മെത്തേഡ് എന്ന് വെച്ചാൽ, ഈ 5 എന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞ നമ്പർ ഏതെങ്കിലും ഒരു നമ്പറിനെ അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശിഷ്ടം എപ്പോഴും സെയിം ആയിരിക്കും, 2 ആയിരിക്കും. ഇതിൽ ഏത് ടേമിനെ എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കും, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. അപ്പോൾ നിങ്ങൾ ഈ ഓരോന്നിനെ എന്ത് ചെയ്യുക? 22-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 7 കിട്ടും. ശിഷ്ടം 1. അപ്പോൾ ഇത് പദമല്ല, 2 കിട്ടണം. ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. അടുത്ത 32-നെ നിങ്ങൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 10 3 30 2 കിട്ടി, കണ്ടോ? അപ്പോൾ ടേമാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അടുത്തൊരു ചോദ്യം നോക്കുക. മലയാളം മീഡിയക്കാർക്ക് ഞാൻ ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ആപ്പിലുണ്ട്. നിങ്ങളൊന്ന് കേൾക്കുക, ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ദ 5th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 70. ഒരു സമാന്തര ശ്രേണിയുടെ 5ാമത്തെ പദം എന്ന് പറയുന്നത് 70 ആണ്. 5ാമത്തെ പദം എന്ന് പറയുന്നത് 70 ആണ്, 70. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ത് തന്നിട്ടുണ്ട്? 9th ടേം ഈസ് 50. 9ാമത്തെ പദം 50 ആണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യപ്പലൊക്കെ ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ചോദ്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻ ദിസ് സീക്വൻസ്, ഈ ശ്രേണിയിൽ, ബൈ ഹൗ മച്ച് ഡസ് ഈച്ച് ടേം ഡിക്രീസ് വെൻ ദ പൊസിഷൻ ഇൻക്രീസസ് ബൈ 1? അതിൻ്റെ ഒരു സ്ഥാനം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ എത്ര പദമാണ് അത് കൂടുന്നത്? എത്രയാണ് കൂടുന്നത്? ഇൻ ദിസ് സീക്വൻസ്, ബൈ ഹൗ മച്ച് ഡസ് ഈച്ച് ടേം ഡിക്രീസ് വെൻ ദ പൊസിഷൻ ഇൻക്രീസ് ബൈ 1? പൊസിഷൻ കൂടുമ്പോൾ എത്രയാണ് ഡിക്രീസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച്, എത്ര ഡിക്രീസ് ചെയ്യുന്നു, എത്ര കുറയുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കിത് കാണാൻ പറ്റും. ഇതിൽ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി എത്രയാണ്? നമുക്കറിയാം, 9ാം പദത്തിൽ നിന്നും 5ാം പദത്തിലേക്കുള്ള വ്യത്യാസം. 5ാം പദത്തിൽ നിന്ന് 9ാമത്തെ പദത്തിലേക്ക് എത്താൻ എത്ര ചെയ്യണം? 4D വരണം. 4D തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4D കൂടുമ്പോൾ 70 50 കുറച്ചാൽ എത്രയാണ്? ശ്രദ്ധിച്ചോട്ടോ. അല്ലെങ്കിൽ സാധാ പോലെ ഡി എന്ന് പറഞ്ഞാൽ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. 50 - 70 ഡിവൈഡ് ബൈ സ്ഥാന വ്യത്യാസം 9 - 5. ദാറ്റ് ഈസ് -20 ബൈ 9 5 കുറച്ചാൽ 9 - 5 4. സോ -5 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ -5 ആണ്. ഒരു പദത്തിൽ നിന്നും അടുത്ത പദത്തിലേക്ക് 5 കുറയുന്നു. -5 അല്ല കുറയുന്നത്, 5 കുറയാം. ഇതിനർത്ഥം എന്താ? 5 കുറയുന്നു. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? ഒരു പദത്തിൽ നിന്ന് മറ്റേ പദത്തിലേക്ക് എത്താൻ 5 ആണ് കുറയുന്നത്. -5 എന്ന് എഴുതരുത്. ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്?
-5 ആണ്. ഇതിൻ്റെ അർത്ഥം 5 കുറയുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചത് എത്രയാണ് കുറയുന്നത് എന്നാണ് ചോദിച്ചത്. 5 കുറയുന്നു. ഓക്കെ, എത്രയാണ് കൂടുന്നത് വെച്ചാൽ -5 കൂടുന്നു. At what position does the term 0 occur in this sequence? ഈ കാണുന്ന ശ്രേണിയിൽ 0 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണ്? അപ്പോൾ ഒരു n കാണാൻ അഥവാ സ്ഥാനം കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1 ആണ്. അപ്പോൾ ഇവിടുത്തെ അവസാന പദം, ഇവിടുത്തെ 0 എന്ന് പറയുന്ന സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. അവസാന പദം 0ത്തിന്റെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. സോ 0 മൈനസ് ഈ കാണുന്ന ശ്രേണിയിലെ ആദ്യ പദം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ആദ്യ പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 9ാം പദത്തിൽ നിന്ന് 5ാം പദം എത്താൻ 20 കുറയുന്നു. അപ്പോൾ 5ാം പദത്തിൽ നിന്ന് 1ാം പദം എത്താൻ വീണ്ടും ഒരു 20 കുറച്ചാൽ എത്ര കിട്ടും? ഇവിടെ 20 കൂടുന്നു. അപ്പോൾ വീണ്ടും ഒരു 20 കൂടി 90 ആവും. പറഞ്ഞാൽ മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാണ്. 9ാം പദത്തിൽ നിന്ന് 5ാം പദം എത്താൻ എത്ര കൂടുന്നു? 20 കൂടുന്നു. 9 നിന്ന് 5ലേക്ക് എത്താൻ 20 കൂടുന്നു. അപ്പോൾ 5 നിന്ന് 1ലേക്ക് എത്താൻ എത്ര കൂടണം? വീണ്ടും 20 കൂടണം. ദാറ്റ് ഈസ് 90 കിട്ടും. അപ്പോൾ 1ാം പദം എന്ന് പറഞ്ഞാൽ 90 ആണ്. 0 മൈനസ് 90 ബൈ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു -5 ആണ്. +1. 90/5 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 90/5 പറഞ്ഞാൽ 16 18 അല്ലേ? 18 + 1 സോ 19ാമത്തെ പദമാണ് 0. അപ്പോൾ സ്ഥാനം കാണാൻ, പൊസിഷൻ കാണാൻ എപ്പോഴും നമ്മൾ n ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ n എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതും. എല്ലാവരും കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു ചോദ്യം നോക്കുക. The second term of an arithmetic sequence is 5. ഒരു സമാന്തരശ്രേണിയുടെ രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് 5 ആണ്. സം ഓഫ് ദി ഫസ്റ്റ് 6 ടേം ഈസ് 6. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സമാന്തരശ്രേണിയുടെ രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് 5. ആദ്യത്തെ 6 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് അല്ലേ? ആദ്യത്തെ 6 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 60 ആണ്. 60 ഇത്രയും തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇത്രയും എന്താക്കിയിട്ടുണ്ട്? തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം? ഈ ശ്രേണിയുടെ 2ാം പദത്തിൻ്റെയും 5ാം പദത്തിൻ്റെയും തുക എത്ര? 2ാം പദം പ്ലസ് 5ാം പദം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഇപ്പോൾ 1ാം പദവും ഇപ്പോൾ 6ാം പദവും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും. അതെന്നായിരിക്കും ഇതുണ്ടാവുക. ഇപ്പോൾ 3ാം പദവും 4ാം പദവും കിട്ടിയില്ലെങ്കിൽ ഉത്തരം കിട്ടും. ഇതെന്നായിരിക്കും ഉത്തരം ഉണ്ടാവുക. പക്ഷെ അതൊന്നും ഇവിടെ തന്നിട്ടില്ല. ആകെ ഇതാ തന്നത്. നമുക്കറിയാം, ആദ്യത്തെ 6 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ അവിടെ 3 ജോഡികളുണ്ട്. 6/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇതാണല്ലോ ഇക്വേഷൻ. ഒരു ജോഡിയുടെ തുക, ആകെ ജോഡികളുടെ എണ്ണം ഇൻറ്റു ഒരു ജോഡിയുടെ തുക. അത് എത്ര തന്നിട്ടുണ്ട്? 60 തന്നിട്ടുണ്ട്. സോ 6/2 എന്നാൽ 3 ആണ്. 3 ഇൻറ്റു x1 പ്ലസ് x6 ഈക്വൽ ടു 60. സോ x1 പ്ലസ് x6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60/3 ദാറ്റ് ഈസ് 20. അപ്പോൾ x1 പ്ലസ് x6ഉം x2 പ്ലസ് x5 എന്താണ്? ഈക്വൽ ആണ്. കാരണം ഇതിൻ്റെ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 7 കിട്ടുന്നു, ഇതും കൂട്ടിയാൽ 7 കിട്ടുന്നു. സോ ദ ആൻസർ ഈസ് 20. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. സോ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 20 ആണ്. വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം? ഇതിൻ്റെ 5ാം പദം എത്ര? അപ്പോൾ 2ാം പദം അറിയാം. സോ 2ാം പദം 5 ആണ്. സോ 5ാം പദം കാണാൻ എന്ത് ചെയ്താൽ മതി? യെസ്, 5ാം പദം ഈക്വൽ ടു 20 - 5. സോ 15 കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഉത്തരം ഉണ്ടാവും. അത് കണക്ട് ചെയ്യുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി. അതിന് മാക്സിമം ക്ലാസ്സുകളൊക്കെ കാണുക, ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ്? ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണാൻ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? 15നോട് 1 കൂട്ടിയാൽ 16, അതിൻ്റെ പകുതി മിഡിൽ ടേം 8 ഇൻറ്റു ആകെ പദങ്ങളുടെ എണ്ണം 18. x8 ഇൻറ്റു 15. അപ്പോൾ x8 എത്രയാണ്? x8 ഇവിടെ എവിടെയും തന്നിട്ടില്ല. പക്ഷേ 2ാം പദം അറിയാം, 5ാം പദം അറിയാം. അപ്പോൾ ഇതിന് 8ാം പദം കിട്ടും. 2നോട് 3 കൂട്ടിയാൽ 5, 5നോട് 3 കൂട്ടിയാൽ 8. അപ്പോൾ 5 15, വീണ്ടും 10 കൂട്ടിയാൽ 25. സോ 25 ഇൻറ്റു 8, 25 ഇൻറ്റു 15. ഈ ആൻസർ എത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം കേട്ടോ. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ലീവ് റിമൈൻഡർ 3 or 8 വെൻ ഡിവൈഡ് ബൈ 10. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യയുടെ ശ്രേണിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ശിഷ്ടം 3ഓ 8ഓ ആവണം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3ഓ 8ഓ. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും ആദ്യത്തെ എണ്ണൽ സംഖ്യ എന്നാൽ 1 2 3 4 ഇങ്ങനത്തെ നമ്പറാണ്. ഇതിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 1നെ ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ശിഷ്ടം എത്ര? 1 ആണ്. 2നെ 10 കൊണ്ട് ഡിവൈഡ് ആണെങ്കിലും ശിഷ്ടം 2, 3 ആണെങ്കിലും 3. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3ഓ അല്ലെങ്കിൽ 8ഓ വരണം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ടേം 3 അല്ലെങ്കിൽ 8. അപ്പോൾ ആദ്യത്തെ പദം 3 ആയിരിക്കും, രണ്ടാമത്തെ പദം 8 ആയിരിക്കും. കാരണം 3നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 0.
0. സോ ശിഷ്ടം 3. 8നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ അതിനായിരിക്കും ടേം ഉണ്ടാവുക ഫസ്റ്റത്തെ ടേം. അപ്പോൾ 3 8 3 5 8 8 5 13 13 5 18. ഇതാണ് ശ്രേണി. ഈ കാണുന്ന ശ്രേണിയെ ഏത് ടേമിനെയും ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്നെങ്കിൽ 3 ആയിരിക്കും കിട്ടുക, അല്ലെ 8 ആയിരിക്കും കിട്ടുക. അപ്പോൾ അതാണ് ശ്രേണി. ശ്രേണി ഇതാണുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം. അതിനൊരു മാർക്കാണ്. അടുത്ത് വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ടേം ഓഫ് ദി സീക്വൻസ് ബൈ 5? ഈ കാണുന്ന ശ്രേണിയെ ഏത് സീക്വൻസിനെയും ടേമിനെയും ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ശിഷ്ടം കിട്ടും? 1 5 5 ശിഷ്ടം 3 കിട്ടും. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ടേം ഓഫ് ദി സീക്വൻസ് ബൈ 5? അതിന് വളരെ ഈസി ആയിട്ട് മാർക്ക് കിട്ടും. പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇത് സമാന്തര ശ്രേണിയാണ് തെളിയിക്കുക. കാരണം സമാന്തര ശ്രേണിയാണെങ്കിൽ നമുക്കറിയാം ഹിയർ ഡി ഈക്വൽ ടു 8 - 3 ഈക്വൽ ടു 13 - 8 ഈക്വൽ ടു 18 - 13 ഈക്വൽ ടു 5. സോ ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതിന് എന്തൊക്കെയുണ്ട്? ഒരു ആദ്യ പദവുമുണ്ട്, പൊതു വ്യത്യാസമുണ്ട്. ദർ എക്സിസ്റ്റ് എ കോമൺ ഡിഫറൻസ്. അത്ര ഫുൾ മാർക്കാണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഉത്തരം കിട്ടാനാണ് പണി, ബാക്കി ഓട്ടോമാറ്റിക്കലി കിട്ടും. അത് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഇതൊരു കിഡിലും ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് 3ാമത്തെ ചാപ്റ്ററായിട്ട് കണക്റ്റഡ് ആണ്. എന്നാലും ഞാൻ പറയാണ്, കൺസിഡർ ദി അരിത്മെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. 5 8 11 5 8 11 4 7 10. 2 ശ്രേണികളുണ്ട്, 5 8 11. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 5 8 11 എക്സെട്ര. അതേപോലെ തന്നെ 4 7 10 എക്സെട്ര. ഏറ്റവും ആദ്യത്തെ ചോദ്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ഏറ്റവും ആദ്യത്തെ ചോദ്യം. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഈച്ച് ടേം ഓഫ് ദി ഫസ്റ്റ് സീക്വൻസ് ബൈ 3? അതായത് 1ാമത്തെ ശ്രേണിയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? അപ്പോൾ ഏതെങ്കിലും ഒരു പദത്തെ എടുക്കുക, 5 8 11. എപ്പോഴും 2ാമത്തെ പദം എടുക്കുകയാണ് സേഫ്, നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ശിഷ്ടം 2 കിട്ടി. ശിഷ്ടം എത്ര കിട്ടി? 2. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? 2 ആണ്. ഡിവൈഡ് 2. ഇനി അടുത്ത വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ് ബൈ 3? 2ാമത്തെ ശ്രേണിയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അപ്പോൾ 4 7 ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 × 3 6 1 7. അപ്പോൾ ശിഷ്ടം 1 ആണ്. ശിഷ്ടം 1. ഇനിയുള്ള ചോദ്യമാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ഈച്ച് ടേം ഓഫ് ദി ഫസ്റ്റ് സീക്വൻസ് ഈസ് ടേം ഓഫ് ദി സെക്കൻഡ് സീക്വൻസ്. എന്താ പറഞ്ഞത്? 1ാമത്തെ പദത്തിലെ ഏത് ടേമിന്റെയും സ്ക്വയർ, ഏത് ടേം എടുത്താലും അതിന്റെ സ്ക്വയർ. 5 എടുത്തു, അതിന്റെ സ്ക്വയർ 25. അത് ഇതിലുണ്ടാവുന്ന പ്രൂവ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 4 7 10 13 16 19 22 25. കണ്ടോ? 25 ഇപ്പൊ 8 8 64 എടുത്താലും ഇതിലുണ്ടാവും. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യാൻ എപ്പോഴും പൊതുവായിട്ടാണ്. സോ ഇതിന്റെ ബീജഗണിത രൂപം കണ്ടെത്തണം. എക്സ് എൻ എന്ന് പറഞ്ഞാൽ dn + f - d ആണ്. dn + f - d എന്ന് പറഞ്ഞാൽ എത്രയാ? dn + f - d എന്ന് പറഞ്ഞാൽ d എന്ന് പറഞ്ഞാൽ 3n + f - d പറഞ്ഞാൽ 5 - 3. സോ 3n + 2. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ കാണുന്ന സംഖ്യയുടെ വർഗം, ഇത് ഇതിന്റെ ഏതോ ഒരു നമ്പറാണ്. അപ്പോൾ അതിന്റെ വർഗം ഇതിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം, സ്ക്വയർ. സോ ഇതിന്റെ സ്ക്വയർ എടുക്കണം, xnന്റെ സ്ക്വയർ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ക്ലാസ്സുകൾ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. സോ 3n + 2ന്റെ സ്ക്വയർ a + b ഹോൾ സ്ക്വയർ ആണ്. a + b ഹോൾ സ്ക്വയർ a സ്ക്വയർ 3nന്റെ സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab 2 × 3n × 2 പ്ലസ് b സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടുന്നു? 3nന്റെ സ്ക്വയർ 9n സ്ക്വയർ പ്ലസ് 2 × 3n 6n പ്ലസ് 6n അല്ലേ 8 6n അതന്നെ 2ab 2 × 3 × 12 ആണ് 12n പ്ലസ് 2 സ്ക്വയർ 4. ഈ കാണുന്നത് ഈ ശ്രേണിയിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. മക്കളെ നോക്കിയേ, ഒരു സമാന്തര ശ്രേണിയിൽ പ്രൂവ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. അപ്പം ഈ പദമാണോ നോക്കാൻ ഇതിന്റെ കോമൺ ഡിഫറൻസോട് വരുമ്പോൾ ശിഷ്ടം ഇതന്നെ കിട്ടുമെന്ന് പ്രൂവ് ചെയ്താൽ മതി. ശിഷ്ടം അതന്നെ കിട്ടും. അപ്പം ഈ കാണുന്ന ശ്രേണിയിലെ പദമാണോ നോക്കാൻ അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുമോ നോക്കിയാൽ മതി. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 4. ഇത് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? കറക്റ്റ് ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 0 കിട്ടും. ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 4 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? 1 3 3 ശിഷ്ടം 1. അപ്പോൾ ടോട്ടലായിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ശിഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് പദമാണ്. ഇത്ര ഉള്ളത് പ്രൂവ് ചെയ്യാൻ. മക്കളെ, ഈ കാണുന്ന ചോദ്യം കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്, ഗ്യാരണ്ടി ആണ്, ഒരു സംശയമില്ല എന്ന് കരുതി നിങ്ങൾ ഡെസ്പ് ആവുകയോ
ടെൻഷൻ ആവുകയോ ചെയ്യണ്ട. പറ്റുകയാണെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുക. ഈ ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വരുമെന്നല്ല, പക്ഷേ എക്സാം ഒക്കെ നല്ല ടഫ് ആവുന്ന സമയത്ത് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനത്തെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് A+ലേക്കും ഫുൾ മാർക്കിലേക്കും എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ 2-3 തവണ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല, എന്നാൽ സംഭവമുള്ള കാര്യമാണ്. ഇപ്പോൾ എക്സാം പാറ്റേൺ ഒക്കെ മാറുന്നത് കൊണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. സോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയിലാണ്. ഒരു 100 കുട്ടികളിൽ ഒരു 5 കുട്ടികൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു കുട്ടിക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ. സോ മക്കളെ, ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. യെസ്, വിച്ച് നമ്പർ ബിലോ ക്യാൻ ബി ദ ഡിഫറൻസ് ഓഫ് എനി 2 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 10, 16, 22. മക്കളെ, നമുക്കറിയാം ഈ കാണുന്ന ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇതിൽ ഏതാവാനാണ് സാധ്യത എന്നാണ് ചോദ്യം. വിച്ച് നമ്പർ, ഏത്? നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും അതിൻ്റെ പൊതു വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 16 - 10 6 ഇവിടുത്തെ പൊതു വ്യത്യാസം. അപ്പം ഈ കാണുന്ന നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാ നോക്കിയാൽ മതി. 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഡീൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആപ്പിലും പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ച ആൾക്കാർക്ക് അറിയാം. അപ്പോൾ 40 നമുക്ക് അറൗണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ ക്വസ്റ്റ്യൻ മാറ്റണ്ടേ, ഇവിടെ പദമാണോ ചെക്ക് ചെയ്യാൻ അവസാനത്തെ പദത്തിൽ ആദ്യ പദം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏത് 2 പദമാവാം, അത് എപ്പോഴും എത്തായിരിക്കും ഡീൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ 40 നമുക്ക് അറൗണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 51 അറൗണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 48 നമുക്ക് അറൗണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 48 ആൻസർ, 28 പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ 5th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 10 ആൻഡ് 11th ടേം ഈസ് 30. 6ാമത്തെ ക്വസ്റ്റ്യൻ. ദ 5th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 10 ആൻഡ് 11th ടേം ഈസ് 30. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? വാട്ട് ഈസ് ദ 23rd ടേം ഓഫ് ദി സീക്വൻസ്? ഇതിൻ്റെ 23ാമത്തെ പദം എന്ത്? എന്തുകൊണ്ടാണ് 23ാമത്തെ പദം ചോദിക്കാൻ കാരണം? നോക്കൂ, 5, 6, 11, 11, 6, 17, 17, 6, 23. അപ്പം ഇവിടെ ഇങ്ങോട്ട് 20, ഇവിടെ നിന്നുള്ള വ്യത്യാസം എത്ര? 20. അപ്പോൾ അടുത്ത 17ാമത്തെ പദം ഇതിൽ നിന്ന് കിട്ടും. എത്രയാണ്? 20 കൂടി കൂട്ടുക, 30 20 കൂട്ടിയാൽ 50. വീണ്ടും ഒരു 20 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 70 കിട്ടും. സോ 23ാമത്തെ പദം എത്രയാണ്? 70 സിമ്പിൾ. 23ാമത്തെ പദം 70. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 27 ടേംസ്. ഇതിൻ്റെ ആദ്യത്തെ 27 പദങ്ങളുടെ തുക. 27 പദങ്ങളുടെ തുക കാണാൻ 27നോട് 1 കൂട്ടുക 28. 28ൻ്റെ പകുതി എത്രയാണ്? 14. അപ്പോൾ 14ാം പദം ഇൻറ്റു ആകെ പദങ്ങളുടെ എണ്ണം ചെയ്താൽ മതി. മധ്യപദം 27 പദങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടൊരു മിഡിൽ ടേം ഉണ്ടാവും. സോ മിഡിൽ ടേം 14 വരിക. എങ്ങനെയാണ് വരുന്നത്? 27നോട് 1 കൂട്ടുക 28. 28ൻ്റെ പകുതി 14. 14ാം പദം ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ 14ാം പദം ഇല്ല. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് 6D ആണ്. 6D = 20 ആണ് എങ്കിൽ അതിൻ്റെ പകുതിയുള്ള 3D എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ 11ാം പദം 30 ആണെങ്കിൽ അതിനോട് 3D കൂട്ടിയാൽ എത്ര കിട്ടും? 30 + 10 40 കിട്ടും. A+ ലെവൽ ടോപ്പിക്കാണ്, നല്ല രസമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 40 × 27 ചെയ്താൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 അല്ല, 2 മാർക്കിൻ്റെ, മൊത്തത്തിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ കോൺസെപ്റ്റ് ഏതെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാത്ത സം ഓഫ് 7th ടേം ആൻഡ് 15th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 50. 7th ടേമും 15th ടേമും, 7ാം പദവും 15th ടേം 15ാം പദവും തമ്മിൽ കൂട്ടിയപ്പോൾ 50 കിട്ടി. 50. 7ാം പദവും 15ാം പദവും തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 50 കിട്ടി. വാട്ട് ഈസ് 11th ടേം? സിമ്പിളാണ്. നമുക്കറിയാം x11ഉം x11ഉം കൂട്ടിയാലാണ് 50 കിട്ടുക. കാരണം 7ഉം 15ഉം 22, 11ഉം 11ഉം 22. സോ 2 11 = 50 ആണെങ്കിൽ ഒരു 11 എത്രയ്ക്കും? 50ൻ്റെ പകുതി 25. ദ ഡിഫറൻസ് ഓഫ് സച്ച് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 3. ഇഫ് ദ ഡിഫറൻസ് ഓഫ് സച്ച് ആൻ അരിത്മെറ്റിക് സീക്വൻസ് 3. ഈ കാണുന്ന ശ്രേണി, ഇതുപോലത്തെ കുറച്ച് ശ്രേണിയിലെ പൊതുവ്യത്യാസം 3 ആണെങ്കിൽ ഇതിൻ്റെ 13ാം പദം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ന് 13ാം പദം കെട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 11ാം പദത്തിനോട് 2D കൂട്ടിയാൽ മതി. 2D, 11 + 2D. അപ്പോൾ 11ാം പദം 25, പൊതുവ്യത്യാസം 3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നു. സോ 2 × 3 6, 25 + 6 31. ഈ കാണുന്ന ശ്രേണിയുടെ 13ാം പദം എത്രയാണ്? 31 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്? ഇതിൻ്റെ 25 പദങ്ങളുടെ തുക. നമുക്കറിയാം ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണാൻ 25നോട് 1 കൂട്ടുക 26. അതിൻ്റെ പകുതി മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. മധ്യപദം ഇൻറ്റു ആകെ പദങ്ങളുടെ എണ്ണം. മധ്യപദം എന്ന് പറഞ്ഞാൽ 13ാമത്തെ പദം. അത് ഓൾറെഡി ചെയ്തു. കണ്ടോ? എപ്പോഴും ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് ആണ്. ഒരു ചോദ്യത്തിൽ നിന്നാണ് മറ്റേ ക്വസ്റ്റ്യനും വരുന്നത്. സോ 31 × 25 നിങ്ങൾ ചെയ്തു നോക്കാം.
ഇനി 2 ക്വസ്റ്റ്യൻ കൂടിയാണുള്ളത്. ഓടി ചെയ്താൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി. ദ 8th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 25, 12th ടേം ഈസ് 30. അപ്പോൾ 8നോട് 12 ആണ് 4D ഈക്വൽ ടു 25 30 5 കിട്ടും. 4D ഈക്വൽ ടു 5 ആണ്. വാട്ട് ഈസ് 16th ടേം? അപ്പോൾ ഒരു 5 കൂടിയും കൂട്ടിയാൽ മതി. 30നോട് 5 കൂട്ടിയാൽ 35 അല്ലേ? 8 12 16 അങ്ങനെയല്ലേ പോകുന്ന നോക്കി. 8 12 16 അപ്പോൾ 25 30 35. ഉണ്ടോ ക്വസ്റ്റ്യൻ? യെസ്, ഇനി ഉണ്ടല്ലേ ക്വസ്റ്റ്യൻസ്. 9 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം യെസ്, ഇതുകൂടി നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു പോയി. ഇപ്പോൾ സമയം ഏകദേശം എത്രയായി? 10:24 വീട്ടിൽ പോകണ്ടടാ. നിങ്ങൾ പഠിക്കാൻ കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2 ദിവസം ലീവാണ്. അപ്പോൾ ലീവായപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് തരാൻ. അതുകൊണ്ടാണ് പിന്നെ ലീവ് നോക്കാതെ തന്നെ എടുത്തത്. ശ്രദ്ധിച്ചോളൂ. ദ സം ഓഫ് ദി 2nd and 18th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 40. ഒരു സമാധാനയുടെ 2ാം പദത്തിൻ്റെയും 18ാം പദത്തിൻ്റെയും തുക 40 ആണ്. എടാ ഇതുപോലെ എല്ലാ ചാപ്റ്ററിൻ്റെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. വാട്ട് ഈസ് ദ സം ഓഫ് 7th and 13th ടേംസ്? ഇതിൻ്റെ 7ാം പദത്തിൻ്റെയും 13ാം പദത്തിൻ്റെയും തുക സിമ്പിളാണ്. നമുക്കറിയാം 2 18 20 7 13 20. വാട്ട് ഈസ് ദ 10th ടേം? നമുക്കറിയാം x10 + x10 ഈക്വൽ ടു 40. ഇപ്പോൾ 20 10 10 20. സോ x10 ഈക്വൽ ടു 20. 3 മാർക്കായി. ദ സം ഓഫ് 4th, ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ദ സം ഓഫ് 4th 5th and 6th. 4th 5th and 6th ഈക്വൽ ടു 90. അപ്പോൾ നമുക്കറിയാം 3 പദങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മധ്യപദം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 3 × മധ്യപദം ഈക്വൽ ടു തുക അല്ലേ? സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. സോ അതിൽ നമുക്ക് 5ാം പദം കിട്ടും. 90/3 30. ഇതിൻ്റെ 5th ടേം എത്രയാണ്? 30 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ്? ഇതിൻ്റെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക. ആദ്യത്തെ 9 പദങ്ങളുടെ തുക കാണാൻ 9നോട് 1 കൂട്ടുക 10. അതിൻ്റെ നടുവത്തെ പദം 5ാം പദമായിരിക്കും. ഇൻറ്റു 9. 5ാം പദം ഓൾറെഡി കണ്ടുപിടിച്ചു. ഒപ്പം ക്വസ്റ്റ്യൻ ഒക്കെ കണക്റ്റഡ് ആണ് കണ്ടോ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് അതിന് മറ്റേ ആൻസർ, മറ്റേന്ന് അടുത്ത ആൻസർ, ഇങ്ങനെ പോകും. നല്ല രസമാണ് പഠിക്കുന്നവർക്ക്. ഇഫ് ദ കോമൺ ഡിഫറൻസ് ഓഫ് സച്ച് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5. ഇതിൻ്റെ D 5 ആണെങ്കിൽ ഫസ്റ്റ് ടേം എത്ര? D ഈക്വൽ ടു 5 ആണെങ്കിൽ ഫസ്റ്റ് ടേം എത്ര? ഒരു പണിയില്ല. നമ്മളിപ്പോൾ ചെയ്ത പോലെ 5ാം പദത്തിൽ നിന്നും 4D കുറച്ചാൽ 1ാം പദം കിട്ടും. 5ാം പദം ഓൾറെഡി അറിയാം 30 ആണ്. 30ന് 4 × 5 20 കുറച്ചാൽ 1ാം പദം. സോ ഫസ്റ്റ് ടേം എത്രയാണ്? 10 ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നമ്പർ വിച്ച് ആർ റിമൈൻഡർ 1 or 3 when divided by 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്ന സീക്വൻസ് ചെയ്താൽ. അപ്പോൾ 1 3 5 7 ഇങ്ങനെ അങ്ങ് പോകും. 1 or 3 എന്ന് പറഞ്ഞാൽ 1 3 5 7 അങ്ങനെ പോകും. ഈസ് ഇറ്റ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ബൈ 1 3 5 7 ഒരു ഒറ്റ സംഖ്യാ ശ്രേണിയാണ്. ഇവിടെ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. D ഈക്വൽ ടു 2 ആണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ കുട്ടികൾക്ക് കൊടുത്ത വർക്ക്ഷീറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് ഇനിയിപ്പോൾ PDF ആയിട്ട് ഇന്ന് കിട്ടൽ റിസ്ക് ആണ്. ആപ്പിളുകൾക്ക് അവിടെ ഉണ്ടാവും. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ആൻസർ എന്ത് കൊടുക്കുന്നുണ്ട്? വർക്ക്ഷീറ്റുകൾ ഓരോ ലൈവ് കഴിഞ്ഞ ഉടനെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇൻസ്റ്റാലാണ് മൈൻഡ് മാപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? സൈലത്തിൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. എല്ലാവരും അടിപൊളിയാക്കുക. നല്ല മാർക്കോടുകൂടി നിങ്ങൾ വാങ്ങണം. നിങ്ങൾ അഭിമാനമാവണം. നിങ്ങളുടെ സ്കൂളിലത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. അടിപൊളിയാക്കുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറ്റുന്നത്ര റീപ്ലൈ തരാം. ഗുഡ് നൈറ്റ്. ബൈ.